ഹായ് ഡിയേഴ്സ്, ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6th സെമസ്റ്റർ BBA പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് എന്ന പേപ്പറിൻ്റെ ഒരു എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സാണ്. പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് സിലബസിൽ 3 മൊഡ്യൂളുകളാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂള് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മൊഡ്യൂളാണ്. സെക്കൻഡ് മൊഡ്യൂള് പ്രൊജക്റ്റ് ഫിനാൻസിങ് ആണ്. തേർഡ് മൊഡ്യൂള് പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് കൺട്രോളാണ്. ഇതിലെ ഫസ്റ്റ് മൊഡ്യൂളാണ് കുറച്ച് ലെങ്തി ആയിട്ടുള്ള മൊഡ്യൂളും നമുക്ക് കൂടുതൽ ടോപ്പിക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഫസ്റ്റ് മൊഡ്യൂളിന് കുറച്ച് കൂടുതൽ പ്രാധാന്യം നൽകണം. ബാക്കി വരുന്ന 2 മൊഡ്യൂളുകളിലും നമുക്ക് വളരെ കുറഞ്ഞ ടോപ്പിക്കേ പഠിക്കാനുള്ളൂ. അപ്പോൾ ഓരോ മൊഡ്യൂളിലെയും വരുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽഡായി നോക്കാം. എല്ലാവർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. മൊഡ്യൂൾ 1 പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ്. ഈ ഒരു മൊഡ്യൂൾ നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് പ്രൊജക്റ്റ്. അപ്പോൾ പ്രൊജക്റ്റിൻ്റെ ഒരു മീനിങ്ങും ഡെഫിനിഷനും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. 2 മാർക്കിൻ്റെ ചോദ്യത്തിലോ അല്ലെങ്കിൽ ഈ ഒരു പേപ്പറിലെ പല ഭാഗത്തും പ്രൊജക്റ്റിൻ്റെ ആൻസർ നമുക്ക് എഴുതാണ്ടായിരിക്കും. പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോർഡിനേറ്റഡ് എഫേർട്ടാണ്. ആ കോർഡിനേറ്റഡ് എഫേർട്ടിൽ ഹ്യൂമൻ വേണം, ടെക്നോളജി നമ്മൾ ഉപയോഗിക്കണം, അഡ്മിനിസ്ട്രേറ്റീവ് അതായത് അഡ്മിനിസ്ട്രേഷൻ നടത്തണം, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റിസോഴ്സ് ഫണ്ട് വേണം. അതായത് ഒരു ആക്ടിവിറ്റി, ഇപ്പോൾ നമ്മളൊരു പാലം നിർമ്മാണം, ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, അല്ലെങ്കിൽ ഒരു അഗ്രികൾച്ചറൽ പ്ലാന്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അക്കാദമിക് റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതൊക്കെ എന്താണ്? പ്രൊജക്റ്റാണ്. അല്ലെ, ഒരു കൃത്യസമയത്തിനുള്ളിൽ കൃത്യ കോസ്റ്റിൽ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക, അതാണെന്ത് പ്രൊജക്റ്റ്. അവിടെ എന്തൊക്കെ പ്രസൻസ് വേണം? ഹ്യൂമൻ വേണം, ടെക്നിക്കൽ വേണം, അഡ്മിനിസ്ട്രേറ്റീവ് വേണം, ഫിനാൻഷ്യൽ റിസോഴ്സ് വേണം. അപ്പോൾ പ്രൊജക്റ്റിൻ്റെ മീനിങ്ങും ഡെഫിനിഷനും കൃത്യമായിട്ട് പഠിക്കുക. ദെൻ ഫീച്ചേഴ്സ്, പ്രൊജക്റ്റിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ്. ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് 2 ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. 2 മാർക്കിൻ്റെ ഒരു ചോദ്യം, 5 മാർക്കിൻ്റെ ചോദ്യം. ചിലപ്പോൾ ഇമ്പോർട്ടൻസ് ചോദിക്കും, ചിലപ്പോൾ ഫീച്ചേഴ്സ് ചോദിക്കും. ആ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള ബേസിക് കാര്യങ്ങൾ നിർബന്ധമായിട്ടും എല്ലാവരും പഠിക്കണം. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രൊജക്റ്റാണ്. ഈ ഒരു പേപ്പറിൽ കൂടുതലും തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള എസ്എ ക്വസ്റ്റ്യൻ ആണ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഓരോ ക്ലാസിഫിക്കേഷനും ആ ഓരോ ക്ലാസിഫിക്കേഷനിലും ഇന്ന പ്രൊജക്റ്റൊക്കെ വരുന്നത് എന്നറിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ആൻസർ ചെയ്യാൻ കഴിയും. വളരെ എളുപ്പമാണ്. ഇപ്പോൾ അഗ്രികൾച്ചറൽ പ്രൊജക്റ്റിൽ അല്ലേ, അവിടെ ഒരു അഗ്രികൾച്ചറൽ ഇപ്പോൾ നമ്മളൊരു വിത്ത് പാകി വിളവെടുക്കുന്നത് എന്ത്? ഒരു അഗ്രികൾച്ചർ പ്രൊജക്റ്റ്. അപ്പോൾ ഓരോ പ്രൊജക്റ്റിൻ്റെയും ക്ലാസിഫിക്കേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതിന് നല്ലോണം പ്രാധാന്യം എസ് കണ്ടുകൊണ്ട് തന്നെ പ്രൊജക്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കാം. പിന്നീട് അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് പ്രൊജക്റ്റ് ഫോർമുലേഷൻ. പ്രൊജക്റ്റ് ഫോർമുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രൊജക്റ്റ് നിർമ്മിക്കുന്നതിന് മുമ്പ്, ബിഫോർ ഇംപ്ലിമെൻറ്റിങ് എ പ്രൊജക്റ്റ്, നമ്മൾ എന്ത് ചെയ്യും? ഒരു പ്ലാൻ ഉണ്ടായിരിക്കും. ഒരു കാര്യം ഉണ്ടാക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? അതിലേക്കൊരു പ്ലാൻ തയ്യാറാക്കും. ആ പ്ലാനാണിത് പ്രൊജക്റ്റ് ഫോർമുലേഷൻ. അതിൻ്റെ ഭാഗമാണ് ഫീസിബിലിറ്റി സ്റ്റഡി. അപ്പോൾ ഈ ഒരു പേപ്പറിൽ ഫീസിബിലിറ്റീസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഓരോ ഫീസിബിലിറ്റി സ്റ്റഡീസും കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒന്നാണ് ടെക്നിക്കൽ ഫീസിബിലിറ്റി. ഫീസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി ആയിട്ട് അത് ഫീസിബിൾ ആണോ? ഫിനാൻഷ്യൽ ഫണ്ട് നമ്മുടെ കയ്യിലുണ്ടോ? എത്രമാത്രം ഫണ്ട് ഉണ്ട്? മാനേജീരിയൽ, ഈ ഒരു പ്രൊജക്റ്റ് നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയുമോ? അതാണ് അവിടുത്തെ ഫീസിബിലിറ്റി. കൊമേഴ്ഷ്യൽ, ഇത് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ കഴിയുമോ? എൻവയോൺമെൻറ്റൽ, ഈ പ്രൊജക്റ്റ് പരിസ്ഥിതിക്ക് എന്തെങ്കിലും, എൻവയോൺമെൻറ്റൽ ഫീസിബിലിറ്റി. ദെൻ ഓർഗനൈസേഷൻ ഫീസിബിലിറ്റി. അപ്പോൾ ഓരോ ഫീസിബിലിറ്റീസും കൃത്യമായിട്ട് മനസ്സിലാക്കുക. ടെക്നിക്കൽ ഫീസിബിലിറ്റി, ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി, മാനേജർ ഫീസിബിലിറ്റി, കൊമേഴ്ഷ്യൽ ഫീസിബിലിറ്റി, എൻവയോൺമെൻറ്റൽ ഫീസിബിലിറ്റി, ഓർഗനൈസേഷൻ ഫീസിബിലിറ്റി. ഓക്കെ അല്ലോ. എന്തിൻ്റെ ഭാഗമാണ് ഈ ഫീസിബിലിറ്റി സ്റ്റഡീസ്? പ്രൊജക്റ്റ് ഫോർമുലേഷൻ്റെ ഭാഗമാണ്. ഈ ഫീസിബിലിറ്റീസൊക്കെ ചിലപ്പോൾ 5 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. എന്തായാലും ഫീസിബിലിറ്റീസുമായി ബന്ധപ്പെട്ട ചോദ്യം നിങ്ങളുടെ പേപ്പറിൽ ഉണ്ടാവാറുണ്ട്. ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം. പിന്നീട് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് PLC, പ്രൊജക്റ്റ് ലൈഫ് സൈക്കിൾ.
ഈ ഒരു പ്രൊജക്റ്റ് നമ്മളൊരു പ്രൊജക്റ്റ് നിർമ്മിക്കുമ്പോൾ അത് വ്യത്യസ്തമായിട്ടുള്ള സ്റ്റേജിലൂടെ കടന്നു പോകും. ആ PLC എന്താണും അതിൻ്റെ ഫേസസും കൃത്യമായിട്ട് പഠിക്കുക. 5 മാർക്കിനോ അല്ലെങ്കിൽ ആയിട്ട് തന്നെ പ്രൊജക്റ്റ് ലൈഫ് സൈക്കിൾ ചോദിക്കാറുണ്ട്. ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം. ദെൻ പ്രൊജക്റ്റ് ലേഔട്ട് എന്ന് പറയുന്നത് എന്താണ്? ഡിസൈൻ ഓർ അറേഞ്ച്മെൻറ്റ് എന്നാണ് അല്ലേ. നമ്മൾ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിനൊരു ഡിസൈൻ ഉണ്ടായിരിക്കും, അറേഞ്ച്മെൻറ്റ് ഉണ്ടായിരിക്കും. പ്രൊജക്റ്റ് ലേഔട്ടും അതിൻ്റെ ടൈപ്സും കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നീട് ഇവിടെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മുടെ പേപ്പറിൻ്റെ പേര് തന്നെ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് എന്നാണ്. അല്ലെ, ഒരു പ്രൊജക്റ്റ് കൃത്യമായിട്ട് കൃത്യസമയത്ത് ചെയ്ത് തീർക്കുക, അതാണെന്ത്? പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ്. അവിടെ പ്രൊജക്റ്റ് പ്ലസ് മാനേജ്മെൻ്റ് ആണ്. മാനേജ്മെൻറ്റ് പറയുന്നത് എന്താണ്? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ് അല്ലേ. അവിടെ പ്രൊജക്റ്റിൽ പ്ലാനിങ്ങും കൺട്രോളിങ്ങും ഏറ്റവും പ്രധാനമായിട്ട് 2 ഫംഗ്ഷനാണ്. ഒന്ന് പ്ലാനിങ്ങും ഒന്ന് കൺട്രോളിങ്ങും. ഈ പ്ലാനിങ്ങും കൺട്രോളിങ്ങും പ്രൊജക്റ്റിൽ വരുത്തലാണിത് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ്. പ്രൊജക്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സും കൃത്യമായിട്ട് പഠിച്ചേക്കുക. 5 മാർക്കിനൊക്കെ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. പിന്നീട് ഈ ഒരു മൊഡ്യൂളിൽ അറിഞ്ഞിരിക്കേണ്ടത് പ്രൊജക്റ്റ് അപ്രൈസലാണ് അല്ലെ, പ്രൊജക്റ്റിൻ്റെ വിലയിരുത്തൽ. ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന് പറയും. ഇവിടെ നിങ്ങൾ FM-ലൊക്കെ പഠിച്ച ഭാഗമാണ്. ക്യാപിറ്റൽ ബജറ്റിങ്ങിൻ്റെ ടെക്നിക്സ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഇവിടുന്ന് വളരെ റയർ കേസിലെ ചോദ്യങ്ങൾ വരാറുള്ളൂ, എങ്കിലും ക്യാപിറ്റൽ ബജറ്റിങ്ങിൻ്റെ ടെക്നിക്സ് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഏതെങ്കിലും ഒരു ടെക്നിക്സ് ഒക്കെ 2 മാർക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ടെക്നിക്സിൽ ട്രഡീഷണൽ മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ മോഡേൺ മെത്തേഡും ഉണ്ട്. ഈ ട്രഡീഷണൽ മെത്തേഡിനെ നോൺ ഡിസ്കൗണ്ടിങ് ടെക്നിക്ക് എന്നും പറയാറുണ്ട്. മോഡേൺ മെത്തേഡിനെ ഡിസ്കൗണ്ടിങ് ടെക്നിക്ക് എന്നും പറയാറുണ്ട്. ട്രഡീഷണൽ മെത്തേഡിൽ വരുന്നതാണ് പേ ബാക്ക് പീരീഡ്. ഇപ്പോൾ നമ്മൾ ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു, എത്ര വർഷം കൊണ്ടാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് കിട്ടുക അല്ലേ? എപ്പോഴാണ് നമ്മളിപ്പോൾ 5000 രൂപ 5 വർഷത്തിൽ ഇൻവെസ്റ്റ് ചെയ്തു, എത്ര കൊല്ലം കൊണ്ട് ഈ 5000 രൂപ നമുക്ക് തിരിച്ച് കിട്ടും? അതാണെന്ത്? പേ ബാക്ക് പീരീഡ്. ദെൻ പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി മെത്തേഡ്, ARR. ഫുൾ ഫോം മനസ്സിലാക്കുക, ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ. ARRൻ്റെ ഫുൾ ഫോം എന്താണ്? ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ. പിന്നീട് മോഡേൺ മെത്തേഡ്, അവിടെ വരുന്നതാണ് NPV, നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ്. PI പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ്. IRR ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ. NTV നെറ്റ് ടെർമിനൽ വാല്യൂ മെത്തേഡ്. ഇതിനൊന്നും പ്രോബ്ലം അല്ല, നമുക്ക് തിയറി മാത്രം ജസ്റ്റ് അറിഞ്ഞാൽ മതി. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പരീക്ഷയ്ക്ക് വന്നിട്ടില്ല, പക്ഷെ ജസ്റ്റ് എന്ത് ചെയ്യണം, ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. NPV എന്താണ്, PI എന്താണ്, IRR എന്താണ്, നെറ്റ് ടെർമിനൽ വാല്യൂ മെത്തേഡ് NTV എന്താണ്. നെക്സ്റ്റ് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് സോഷ്യൽ കോസ്റ്റ് ബെനഫിറ്റ് അനാലിസിസ്, SCBA. 5 മാർക്കിനൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോഷ്യൽ കോസ്റ്റ് ബെനഫിറ്റ് അനാലിസിസിൻ്റെ അർത്ഥമാക്കുന്നത് കോസ്റ്റ് പ്ലസ് ബെനഫിറ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ഒരു 5 ലക്ഷം രൂപ ചിലവാക്കി കഴിഞ്ഞാൽ എത്ര ബെനഫിറ്റ് നമുക്ക് കിട്ടും? നമ്മൾ പറയാറില്ല അല്ലേ, ഇത്ര ചിലവായി കഴിഞ്ഞാൽ ഇന്ന ബെനഫിറ്റ് കിട്ടും. അപ്പോൾ കോസ്റ്റ് ബെനഫിറ്റ് അനാലിസിസ്, ഒരു കോസ്റ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ബെനഫിറ്റാണെന്ത്? കോസ്റ്റ് ബെനഫിറ്റ് അനാലിസിസ്. പിന്നീട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് പ്രൊജക്റ്റ് റിപ്പോർട്ട്. 2 മാർക്കിന് വരാൻ സാധ്യതയുള്ള ടോപ്പിക്കാണ് അല്ലേ. എന്താണ്? റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എബൌട്ട് പ്രൊജക്റ്റാണ്. ഒരു പ്രൊജക്റ്റിനെ കുറിച്ചുള്ള ഒരു റിട്ടേൺ ഡോക്യുമെൻ്റ് ആണെന്ത്? പ്രൊജക്റ്റ് റിപ്പോർട്ട്. ഈ പ്രൊജക്റ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ടേമാണ് DPR, ഡീറ്റെയിൽഡ് പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്നാണ് അർത്ഥം. അപ്പോൾ DPR ചിലപ്പോൾ 2 മാർക്ക് ചോദിക്കാം. എന്താണ് ഡീറ്റെയിൽഡ് പ്രൊജക്റ്റ് റിപ്പോർട്ട്? ഒരു പ്രൊജക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസിൻ്റെയും അതിൻ്റെ പ്രിപ്പറേഷൻ്റെയും റിപ്പോർട്ടാണെന്ത്? DPR, ഡീറ്റെയിൽഡ് പ്രൊജക്റ്റ് റിപ്പോർട്ട്. ഫുൾ ഫോം മറക്കണ്ട. നെക്സ്റ്റ് ഇവിടെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് പ്രൊജക്റ്റ് റിസ്ക്. 2 മാർക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ
അതിലെ പോസിബിലിറ്റി ഓഫ് ലോസിനാണ് ഇത് വന്നത് പ്രൊജക്റ്റ് റിസ്ക്. നമ്മളൊരു പ്രൊജക്റ്റ്, ഒരു പാലമോ അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജോ അല്ലെങ്കിൽ ഒരു അഗ്രികൾച്ചർ പ്രൊജക്റ്റോ ചെയ്യുമ്പോൾ അതിൽ വരാൻ സാധ്യതയുള്ള പോസിബിലിറ്റി ഓഫ് ലോസിനെ പറഞ്ഞ പേരാണത് പ്രൊജക്റ്റ് റിസ്ക്. നെക്സ്റ്റ് മൊഡ്യൂൾ 2 പ്രൊജക്റ്റ് ഫിനാൻസിങ് ആണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു മൊഡ്യൂളാണ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് പ്രൊജക്റ്റ് ഫിനാൻസിങ്. അപ്പോൾ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ എന്ത് വേണം? ഫണ്ട് വേണം. ആ ഫണ്ടാണെന്ത് നമ്മളുടെ അർത്ഥമാക്കുന്നത് പ്രൊജക്റ്റ് ഫിനാൻസിങ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഏതെല്ലാം സോഴ്സിൽ നിന്നാണ് നമുക്ക് പ്രൊജക്റ്റിന് ഫണ്ട് കണ്ടെത്തുക, അതാണ് ഈ ഒരു ഏരിയയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സിലബസ് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. നിങ്ങൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ആൾറെഡി പഠിച്ചതാണ്. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റിയാണ്. അല്ല, നമ്മൾ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കടം വാങ്ങാം, ബോറോഡ് ഫണ്ടാണ്. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫണ്ടാണ്. ഡെപ്റ്റ് എന്താണ്? ബോറോഡ് ഫണ്ടാണ്. ഇക്വിറ്റി നമ്മുടെ ഫണ്ടാണ്. അപ്പോൾ രണ്ട് രീതിയിലാണ് ഒരു ഫേമിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ബാധിക്കുക. ഒന്ന് എന്ത് ചെയ്യുന്നു? നമ്മൾ ഡെപ്റ്റ് ഉപയോഗിക്കുന്നു, മറ്റൊന്ന് ഇക്വിറ്റി ഉപയോഗിക്കുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രൊപ്പോർഷനെ പറഞ്ഞ പേരാണിത് ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ്? പ്രൊപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഒരു മീനിങ് നിർബന്ധമായിട്ടും എല്ലാവരും പഠിക്കുക. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ടോപ്പിക്കും കൂടി അവിടെ കുറച്ച് പ്രാധാന്യം നൽകുക. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ മീനിങ് നിർബന്ധമാണ്. 2 മാർക്കിന് വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ എന്ത് ചെയ്യും, ഫാക്ടേഴ്സും കൂടിയും വരാൻ സാധ്യതയുണ്ട്. അതും കൂടിയും ഒന്ന് മനസ്സിലാക്കാം. പിന്നീട് ഈ ഒരു മൊഡ്യൂളിൽ ആകെ ഒറ്റ ടോപ്പിക്കുള്ളൂ. ആ ടോപ്പിക്ക് ചിലപ്പോൾ എസ് വരാം. ഇതിൻ്റെ ഏത് ഇതിലുള്ള വരുന്ന ഏത് ടോപ്പിക്കും 5 മാർക്കിനോ 2 മാർക്കിനോ വരാം. സോഴ്സ് ഓഫ് ഫിനാൻസ്, ഏതൊക്കെ സോഴ്സ് നിന്നാണ് നമുക്ക് ഫണ്ട് കണ്ടെത്താൻ പറ്റുക. അതിൽ ഒന്നാണ് ഇക്വിറ്റി ഷെയർസ്. അല്ല, ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പ് ക്യാപിറ്റലാണ്. ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കും, വോട്ടിംഗ് റേറ്റ് ഉണ്ടായിരിക്കും, റിയൽ ഓണേഴ്സ് ആയിരിക്കും. ലോസൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? അവർ സഹിക്കേണ്ടി വരും. അപ്പോൾ ഇക്വിറ്റി ഷെയർസ് എന്താണ്? റിയൽ ഓണേഴ്സ് ആയിരിക്കും, വോട്ടിംഗ് റേറ്റ് ഉണ്ടായിരിക്കും, ലോസൊക്കെ വന്നു കഴിഞ്ഞാൽ സഹിക്കേണ്ടി വരും. ദെൻ പ്രിഫറൻസ് ഷെയർസ്, അല്ല, ഡിവിഡൻഡ് എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നതിന് മുമ്പ് ആര് കിട്ടും? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കിട്ടും. ദെൻ ഡിബെഞ്ചറാണ്. ഡിബെഞ്ചർ എന്ന് പറഞ്ഞാൽ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്, അക്നോളജ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ് ആണ്. ഡിബെഞ്ചറെ ഇഷ്യൂ ചെയ്യുന്നത് കമ്പനികളാണ്. ഇപ്പോൾ ഡിബെഞ്ചർ എന്താണ്? ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്, അല്ലേ? അക്നോളജ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ് ആണ്, ഇഷ്യൂഡ് ബൈ കമ്പനിയാണ്. ബോണ്ടും എന്തുതന്നെയാണ്? ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ബോണ്ട് ഇഷ്യൂഡ് മെയിൻലി ഗവൺമെൻറ് ആണ്. കമ്പനികൾ ഇഷ്യൂ ചെയ്യും, കൂടുതലും ആരാണ്? ഗവൺമെൻറ് ആണ്. ദെൻ റീറ്റേൺഡ് ഏർണിങ്സ് പറഞ്ഞാൽ ഒരു ഇൻറ്റേർണൽ ഫിനാൻസിങ് ആണ്. ഈ റിട്ടേൺഡ് ഏർണിങ്സ് നമ്മൾ പ്ലഗിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയും. എന്താണ് റിട്ടേൺഡ് ഏർണിങ്സ്? ആൾസോ നോൺ ആസ് പ്ലഗിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്. ഇല്ലേ, നമ്മൾ പ്രോഫിറ്റിൻ്റെ ഭാഗം നമ്മുടെ കമ്പനി റീറ്റേൺ ചെയ്യുക, മാറ്റി വെക്കുക. അതിനെന്ത് വന്നത്? റിട്ടേൺഡ് ഏർണിങ്സ് വന്നത്. ദെൻ ടേം ലോണ്, ഒരു നിശ്ചിത കാലാവധിക്ക് നമുക്ക് കിട്ടുന്ന ടേം ലോൺ ഉണ്ടായിരിക്കും. അതും എന്താണ്? ഒരു സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്. ഡെഫേർഡ് ക്രെഡിറ്റും സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്. പബ്ലിക് ഡെപ്പോസിറ്റ്, പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നുള്ള ഡെപ്പോസിറ്റ്. അൺസെക്യൂർഡ് ലോണ്, ലീസ് ഫിനാൻസ്, പാട്ടക്കരാർ. ലെസ്സറും ലെസ്സിയും തമ്മിലുള്ള ഒരു കരാറാണെന്ത്? ലീസ്. ബ്രിഡ്ജ് ലോണ്, ലോൺ സിൻഡിക്കേഷൻ, കൺസോർട്ടിയം ലെൻഡിങ്, വെഞ്ചർ ക്യാപിറ്റൽ. ഈ വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ, അല്ലേ, ഈ പുതിയതായിട്ട് സ്ഥാപനങ്ങൾ തുടങ്ങാൻ സ്റ്റാർട്ടപ്പുകളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഫണ്ട് നൽകുന്ന സ്ഥാപനങ്ങളാണിത് വെഞ്ചർ ക്യാപിറ്റൽ. ദെൻ ഗവൺമെൻറ് സബ്സിഡറി. ഇങ്ങനെ 15 സോഴ്സ് ഓഫ് ഫിനാൻസ് ഉണ്ട്. ഈ 15 സോഴ്സ് ഓഫ് ഫിനാൻസ് ആദ്യം ഇതിൻ്റെ പേരുകൾ നിർബന്ധമായിട്ട് പഠിച്ചേക്കാം. അപ്പോൾ സോഴ്സ് ഓഫ് ഫിനാൻസ് എസ് വന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്താൽ കഴിയും. പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും 2 മാർക്കിനോ 5 മാർക്കിനൊക്കെ വന്നു കഴിഞ്ഞാൽ എഴുതാൻ കണ്ടുങ്ങാണ്ട് ഓരോ കോൺസെപ്റ്റും പഠിച്ചു വെക്കുക. നെക്സ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിൽ ഒരു ഏരിയയും കൂടി വരുന്നുണ്ട്. ആ ഒരു ഏരിയയാണ് പ്രൊജക്റ്റ് പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിങ്. ഈ ഒരു ഭാഗം നിങ്ങൾ മാനേജ്മെൻറ്റ് സയൻസിൽ പഠിച്ച ഭാഗമാണ്, അല്ലേ? ഒരു കാര്യം പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിങ്, അല്ലേ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. പ്ലാനിങ്, എക്സിക്യൂഷൻ ആൻഡ് ഷെഡ്യൂളിംഗ് എന്നാണ് പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട്
ടെക്നിക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇവിടെ പഠിക്കാനുള്ളത് നിങ്ങൾ മാനേജ്മെൻറ്റ് സയൻസിൽ ഓൾറെഡി പഠിച്ച് പരീക്ഷ എഴുതിയ ഭാഗങ്ങളാണ് നെറ്റ്വർക്ക് അനാലിസിസ് എന്താണ്. അതിൽ മെയിനായിട്ട് CPMൻ്റെ ഫുൾ ഫോം എന്താണ്? ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്, പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്ക്. ഇവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞാൽ നെറ്റ്വർക്ക് അനാലിസിസ് 2 മാർക്കിന് ചിലപ്പോൾ ചോദിക്കും. ഷെഡ്യൂളിങ്, പ്രൊജക്റ്റ് പ്ലാനിങ് 2 മാർക്കിന് ചോദിക്കാം. CPMഉം പേർട്ടും തമ്മിലുള്ള ഡിഫറൻസ് 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാറുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. CPMഉം പേർട്ടും 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ മാനേജ്മെൻറ്റ് സയൻസിൽ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. അല്ലാത്തതിന് എന്ത് ചെയ്യുക, CPMൻ്റെയും പേർട്ടിൻ്റെയും ഡിഫറൻസ് കൃത്യമായിട്ട് പഠിക്കാം. ഇനി ഒരു ടെക്നിക്ക് കൂടി ഇവിടെ വരുന്നുണ്ട്, GERT, ഗ്രാഫിക് ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്ക്. അതായത് ഗ്രാഫ് പേപ്പറിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവാലുവേഷൻ ചെയ്തു. അപ്പോൾ നെറ്റ്വർക്ക് അനാലിസിൻ്റെ 3 ടെക്നിക്കാണ് പറഞ്ഞത്. 1 CPM, 2 പേർട്ട്, 3 GERT, ഗ്രാഫിക് ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്ക്. ദെൻ നെക്സ്റ്റ് മൊഡ്യൂൾ 3, പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ. ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റേഷനാണ്. എന്താണ് പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ? അല്ലേ, നമ്മൾ പ്ലാനിനെ ആക്ഷനിലേക്ക് മാറ്റാം. ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ പ്ലാൻ ചെയ്തത് നടപ്പിലാക്കുക, അതാണെന്ത് ഇംപ്ലിമെൻറ്റേഷൻ. ഇപ്പോൾ നമ്മളൊരു പാല നിർമ്മാണം, കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ് പ്ലാൻ ചെയ്തു, അതെന്ത് ചെയ്യുന്നു, പുട്ട് ടു ആക്ഷൻ, അതിന് നടപ്പിലാക്കലാണത് ഇംപ്ലിമെൻറ്റേഷൻ. അപ്പോൾ പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിരിക്കണം. 5 മാർക്കിന് വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ആയിട്ടും പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ വരാൻ സാധ്യതയുണ്ട്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ പ്രതീക്ഷിച്ചാൽ മതി. ഇവിടെ ഒരു നിങ്ങൾക്ക് എഴുതാണ്ടാവുള്ളൂ. അപ്പോൾ ഒക്കെ നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്ന ചോദ്യങ്ങളിൽ വരും. പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റേഷനിൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് പ്രതീക്ഷിക്കാം. ദെൻ പ്രൊജക്റ്റ് മാനേജർ, അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റീസും റെസ്പോൺസിബിലിറ്റീസും കൂടി പഠിക്കാം. പ്രൊജക്റ്റ് മാനേജർ ആരാണോ പ്രൊജക്റ്റ് ചെയ്യാൻ ഉത്തരവാദിയായ വ്യക്തി, അയാളാണ് പ്രൊജക്റ്റ് മാനേജർ. ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് അല്ലേ, കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിങ്, അത് ആരാണ് ഏറ്റെടുത്ത് ചെയ്യുന്നത്, അവർക്ക് പറഞ്ഞ പേരാണത് ഹു പെർഫോം ദി പ്രൊജക്റ്റ്. ഒരു പ്രൊജക്റ്റിൻ്റെ വർക്ക് ആരാണോ പെർഫോം ചെയ്യുന്നത് അയാളാണിത് പ്രൊജക്റ്റ് മാനേജർ. അയാളുടെ ക്വാളിറ്റീസും റെസ്പോൺസിബിലിറ്റീസും അവിടെ നൽകിയിട്ടില്ല, അത് കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. 5 മാർക്കിന് ഇവിടുന്ന് ചോദ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രൊജക്റ്റ് മാനേജറെ കുറിച്ചുള്ള കാര്യം. ദെൻ ജസ്റ്റ് അറിഞ്ഞിരിക്കുക പ്രൊജക്റ്റ് ടീം ബിൽഡിങ്. ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ ആവശ്യമായ ടീമിനെ നമ്മൾ എന്ത് ചെയ്യുക, ബിൽഡ് ചെയ്തെടുക്കുക. പിന്നീട് ഇവിടെ വരുന്ന വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, പലവട്ടം യൂണിവേഴ്സിറ്റി എക്സാമിനെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ടോപ്പിക് കൂടിയാണ് വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ, WBS. കൃത്യമായിട്ട് മനസ്സിലാക്കട്ടോ, WBS എന്ന് പറഞ്ഞാൽ എന്താണ്, വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ. അതായത് ഇപ്പോൾ വലിയൊരു വർക്കിനെ നമ്മൾ എന്ത് ചെയ്യും, സബായിട്ടിരിക്കുക. അപ്പോൾ ലാർജ് വർക്ക് ഇൻറ്റു സബ് വർക്ക്, അതാണെന്ത് വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ. ഇപ്പോൾ നമ്മളൊരു ഒരു ബിൽഡിംഗ് ആണ് നിർമ്മിക്കാൻ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ തറ ഉണ്ടാക്കും. അങ്ങനെ ഓരോന്നും എന്ത് ചെയ്യും, മൊത്തം വർക്കിന് നമ്മൾ സബായി തിരിക്കുമല്ലോ. അങ്ങനെ ബ്രേക്ക് ഡൗൺ ആക്കുക, മൊത്തം വർക്കിനെ സബ് ഡിവൈഡ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ എന്ന് പറയുന്നത് WBS. അതിൻ്റെ പർപ്പസ് ഓർ ഒബ്ജക്റ്റീവ്സ്, ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് 100% എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ് WBS. നല്ലോണം മനസ്സിലാക്കാം, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് വരും. ദെൻ പ്രൊജക്റ്റ് എക്സിക്യൂഷൻ പ്ലാനിങ്, PP എന്താണെന്നും കൂടി മനസ്സിലാക്കുക, ചിലപ്പോൾ 2 മാർക്കിനൊക്കെ വരാൻ സാധ്യതയുണ്ട്. ദെൻ പ്രൊജക്റ്റ് ഡയറി എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. പ്രൊജക്റ്റിൻ്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ചില പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എഴുതി വെക്കും. അതിനെന്ത് പറയുന്നത് ഡയറി, നമ്മളൊക്കെ ഡയറി എഴുതാറുണ്ടല്ലോ അല്ലേ, ആ ഒരു പ്രൊജക്റ്റിൻ്റെ ഡയറി നോട്ട്സ് ആണെന്ത് പ്രൊജക്റ്റ് ഡയറി. പിന്നെ ലാസ്റ്റ് കൂടെ അറിഞ്ഞിരിക്കുന്നത് പ്രൊജക്റ്റ് കൺട്രോൾ അല്ലേ, നമ്മൾ പ്ലാൻ ചെയ്ത കാര്യമാണോ നടപ്പാക്കിയത് എന്നെന്ത് ചെയ്യുക, ഉറപ്പെടുത്താം. അപ്പോൾ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ആണ് മാനേജ്മെൻറ്റ് ഏറ്റവും 2 പ്രധാന ഫങ്ഷൻസ്. നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്യും, ആ പ്ലാൻ ചെയ്ത കാര്യമാണ് നടന്നത് എന്ന് ഉറപ്പെടുത്തലാണെന്ത് കൺട്രോളിങ്. അപ്പോൾ
ഇവിടെ അതിൻ്റെ ഫാക്ടേഴ്സും കൂടി പഠിച്ചു വെക്കുക. പ്രൊജക്റ്റ് കൺട്രോളിങ്ങിൻ്റെ ഫാക്ടേഴ്സും കൂടി പഠിച്ചു വെക്കുക. അപ്പോൾ 3 മൊഡ്യൂളിൻ്റെയും ഡീറ്റെയിൽഡ് കാര്യങ്ങൾ പഠിഞ്ഞു. ഈ ഒരു വീഡിയോ കൃത്യമായിട്ട് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പേപ്പർ പാസ്സാവാനുള്ള മാർഗ്ഗം കിട്ടും. അതായത് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. നിങ്ങൾ നിർബന്ധമായിട്ടും പ്രൊജക്റ്റിൻ്റെ ഒരു മീനിങ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ബാക്കി ഈ ഒരു പേപ്പറിനെ കുറിച്ചുള്ള ഒരു ഓവറോൾ ഐഡിയ ഉണ്ടാക്കുക. ഓക്കെ, താങ്ക് യു.